എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നുള്ളത് ബാംഗ്ലൂരിലുള്ള നെക്സസ് മോളിലാണ് കേട്ടോ. ഇത് കോർമംഗലം നെക്സസ് മോളാണ്, നമ്മുടെ പണ്ടത്തെ ഫോറം മോള് തന്നെ. ഞാൻ പണ്ട് ബാച്ചിലർ ആയിരുന്നപ്പോൾ ഇവിടെ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് എനിക്കെന്നെ അറിയില്ല കേട്ടോ. ഇന്ന് ഇവിടുത്തെ ടൈം സോണിന്റെ വ്ളോഗാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടത്. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ, ഇവിടെ കുട്ടികൾ മാത്രമല്ലല്ലോ, എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. ശരിക്കും അടിപൊളി ഒരു ഫണ്ണായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ലുലു മോളിലൊക്കെ ഫഞ്ചൂറയുടെ പോലെ തന്നെ ഇവിടെ നമുക്ക് ടൈം സോണിന്റെ കാർഡാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അത് വെച്ച് സ്വൈപ്പ് ചെയ്ത് നമുക്ക് ഗെയിംസുകൾ കളിക്കാം. ഈ ലുലു മോളൊക്കെ വെച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടുത്തെ ഒരു അടിപൊളി കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ, ഗെയിംസ് ഒക്കെ വിൻ ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഓരോ പോയിന്റ്സ് കിട്ടും കേട്ടോ. ആ പോയിന്റ്സ് വെച്ച് നമുക്ക് പ്രൈസസ് എടുക്കാം. ഇവിടെ ഇതുപോലെ കളിക്കുന്ന എല്ലാ ഗെയിംസിനും പോയിന്റ്സുകൾ ആഡപ്പ് ചെയ്യും കേട്ടോ. ഈ ഒരു കിൻഡർ ജോയ്ക്ക് 50 രൂപയുള്ളെങ്കിലും ഇത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 110 രൂപയാണ് കേട്ടോ പോകുന്നത്. ഒരു പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ നമുക്ക് വീണ്ടും തോന്നും, അയ്യോ ഒരു പ്രാവശ്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ കിട്ടും എന്ന് വിചാരിക്കും. അത് തന്നെയാണ് ഈ ഗെയിമിന്റെ പ്രത്യേകത. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നത് അറിയത്തില്ല. ചിലപ്പോൾ ഈ കിൻഡർ ജോയ് പിക്ക് ചെയ്യും കേട്ടോ, പക്ഷെ അത് അവിടെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അത് താഴേക്ക് പുഷ് ചെയ്യുന്ന സമയത്ത് അത് താഴെ വീഴില്ല. ഇതൊന്ന് ഒരു കളി കൂടി കളിക്കാം, അപ്പോൾ നമുക്ക് ആ കിൻഡർ ജോയ് കിട്ടുന്നു. അങ്ങനെ ഒരു 2 കിൻഡർ ജോയ്ക്ക് വേണ്ടി നമ്മൾ 500 രൂപ മുടക്കിയ സമയം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഫൈനലി രണ്ടാമത്തെ ട്രയലിൽ നമുക്കിത് കിട്ടിയിട്ടോ. സാൻഡിക്കാണ് ഇത് കിട്ടിയത്. ചോക്ലേറ്റ് കിട്ടുമ്പോൾ എന്താണെന്നറിയില്ല, ഒരു പ്രത്യേക സന്തോഷമാണ് ഇവരെ മുഖത്ത്. ചില ഗെയിംസുകളൊക്കെ കളിച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് ടിക്കറ്റ്സ് ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാർഡിലേക്ക് ആഡപ്പ് ആവും. ഇത് കളിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ടിക്കറ്റ്സുകൾ കിട്ടും കേട്ടോ. ഇത് പിന്നെ നമ്മുടെ ടിക്കറ്റ് കൗണ്ട് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ട്, അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ കാർഡിലേക്ക് ഓട്ടോമാറ്റിക്കലി ആഡപ്പ് ആയിക്കോളും. മുമ്പ് ഒരു പ്രാവശ്യം ഫോർമോളിൽ പോയി കഴിഞ്ഞപ്പോൾ ഒത്തിരി ഐറ്റംസ് കിട്ടിയായിരുന്നു. ഇതിൻ്റെയൊക്കെ ഷോർട്സ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രാവശ്യം അത്ര ലക്കില്ല കേട്ടോ. കാണുന്ന ബാസ്കറ്റ് ഗെയിമില്ലേ, ഇതിൽ നമ്മൾ കുറവ് ടൈം കൊണ്ട് മാക്സിമം ബോൾസ് ബാസ്കറ്റിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും സ്വൈപ്പ് ചെയ്യാണ്ട് തന്നെ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് കയറാം കേട്ടോ. അതനുസരിച്ച് നമ്മുടെ കാർഡിലേക്ക് പോയിന്റ്സ് കയറിക്കൊണ്ടിരിക്കും. ശരിക്കും അടിപൊളി ഗെയിമാണ് കേട്ടോ. വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടമാവും. Three, two, one, go! 2 points. Good shot.
ഈ ഡോൾസിനൊക്കെ പിക്ക് ചെയ്യുന്ന ഈ ക്ലോ മെഷീൻ ഇല്ലേ, നമ്മുടെ ലുലു മോളിൽ എന്ന് പോകുമ്പോൾ ഞാൻ കളിക്കുമായിരുന്നു കേട്ടോ. എനിക്കിത് ഒത്തിരി പ്രാവശ്യം അവിടെ വെച്ച് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ടിവിയുടെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ടെഡീസുകളില്ലേ, അതെല്ലാം ഇത് കളിച്ചിട്ടുണ്ട് കിട്ടിയിരിക്കുന്ന കേട്ടോ. പിന്നെ ഇതൊരു ലക്കാണ്, ചിലപ്പോൾ കിട്ടും ചിലപ്പോൾ കിട്ടില്ല. ഇനിയും ഒത്തിരി ഗെയിംസ് ഉണ്ട് കേട്ടോ. തൽക്കാലത്തേക്ക് നമ്മളിത് നിർത്തി വെച്ചു. ഇല്ലെങ്കിൽ കാർഡിൽ ഒരൊറ്റ പൈസ ഉണ്ടാവും. ഇതാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ട് ചെയ്യുന്ന മെഷീൻ. ഇതിലേക്കാണ് നമ്മൾ നമ്മുടെ ടിക്കറ്റ്സുകൾ ഇട്ട് കൊടുക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതുപോലെ ടിക്കറ്റ്സുകൾ ഇട്ട് കൊടുക്കും കേട്ടോ. ഓട്ടോമാറ്റിക്കലി കാർഡിലേക്ക് അതിൻ്റെ പോയിന്റ്സുകൾ കയറിക്കോളും. Lot of experience, huh? Yeah. Lot of kids around. ഈ ഏരിയ ആണ് കേട്ടോ നമ്മുടെ പ്രൈസുകൾ വെച്ചേക്കാം. നമ്മുടെ കാർഡിലുള്ള പോയിന്റ്സുകൾ വെച്ച് നമുക്ക് ഇവിടുത്തെ പ്രൈസസുകൾ നമുക്ക് ചൂസ് ചെയ്തെടുക്കാം കേട്ടോ. ചിലവർ പോയിന്റ്സുകളെല്ലാം കൂട്ടി വെച്ച് വലിയ പ്രൈസ് വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ ഇരിക്കും കേട്ടോ. മിക്ക ആൾക്കാരും പോയിന്റ്സുകളൊക്കെ അപ്പോൾ തന്നെ യൂസ് ചെയ്യുന്നവരാണ്. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ മാക്സിമം ചൂസ് ചെയ്യുന്നത് ഈ ചോക്ലേറ്റ്സുകൾ തന്നെയാണ് കേട്ടോ. നമ്മുടെ കാർഡിൽ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള പോയിന്റ്സുകൾ ഉണ്ട്. പോയിന്റ്സിലെല്ലാം നമ്മൾ ചോക്ലേറ്റ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഉണ്ടാവും കേട്ടോ. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ചോക്ലേറ്റ് നമ്മൾ വാങ്ങിച്ച് മറ്റേ പോയിന്റ്സ് നമ്മൾ സേവ് ചെയ്ത് വെക്കും. ഏറ്റവും കുറവ് പോയിന്റ് ഞാൻ കണ്ടത് ഡയറി മിൽക്കാണ് കേട്ടോ. 10 രൂപയുടെ ഡയറി മിൽക്കിന് 60 പോയിന്റ് ആണ് കേട്ടോ മിനിമം ഞാൻ കണ്ടത്. ഇതുപോലെ എല്ലാ ചോക്ലേറ്റ്സിന്റെ ഫ്രണ്ടിലും അതിന്റെ പോയിന്റ്സുകൾ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കയ്യിലെ പോയിന്റ്സ് അനുസരിച്ച് അത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചെടുക്കാം. അങ്ങനെ ഇപ്പോൾ ആവശ്യമുള്ള ചോക്ലേറ്റ്സ് മാത്രം എടുത്ത് ബാക്കിയുള്ളത് നമ്മൾ സേവ് ചെയ്ത് വെച്ചു കേട്ടോ. ഈ കാണുന്ന ചോക്ലേറ്റ് മാത്രമല്ല കേട്ടോ, നമ്മൾ കളിച്ചിട്ടും കുറച്ച് ചോക്ലേറ്റ്സ് കിട്ടിയായിരുന്നല്ലോ, അതുണ്ട്. എന്തായാലും സാൻഡ്ര ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡബിൾ ഹാപ്പിയാണ് കേട്ടോ. പുള്ളിക്കാരത്തേക്ക് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഫൈനലി ഇത്ര ചോക്ലേറ്റ് ആണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത്. ടൈം സോണിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമയം പോകുന്ന അറിയത്തില്ല കേട്ടോ. ഏകദേശം ഒരു 8 മണിയായിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കേണ്ട സമയമായി. നമ്മുടെ നെക്സസ് മോളിന്റെ മേലെ തന്നെ ഫുഡ് കോർട്ട് ഉണ്ട് കേട്ടോ. ഇന്നൊന്നും നോക്കിയില്ല, വേഗം തന്നെ അങ്ങോട്ടേക്ക് വിട്ടു. നമ്മുടെ ഫേവറേറ്റ് ടാക്കോം പിന്നെ അതുപോലെ KFC ആണ് ഓർഡർ ചെയ്ത് കഴിച്ചത്. അപ്പോൾ ഈ ടൈം സോണിന്റെ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ബാംഗ്ലൂർ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കോർമംഗലം നെക്സസ് മോൾ മിസ് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ ഈ വീഡിയോ. ബൈ ആൻഡ് ടേക്ക് കെയർ.